അമ്മ ഇതാണ് ഫിലിം. സെല്ലുലോയിഡ് എന്നാണ് സായിപ്പ് പറയുന്നത്. ഓ, അന്ന് ക്യാപിറ്റാലിൽ കൊണ്ടുപോയി ഡാനിയലെ സിനിമ കാണിച്ചപ്പോഴും ഞാൻ ചോദിച്ചില്ലേ, ഇതിലുള്ള ആളുകളെ എങ്ങനെയാണ് അനങ്ങണത് ഡാനിയലെ? അതല്ലേ ഈ സിനിമയുടെ ടെക്നിക്ക്. ലൂമിയർ ബ്രദേഴ്സ് ആദ്യമായിട്ട് പാരീസിൽ സിനിമ കാണിച്ചപ്പം ട്രെയിൻ വരണത് കണ്ടിട്ട് ശരിക്കുമുള്ള ട്രെയിൻ ആണെന്ന് കരുതി ആളുകൾ എഴിച്ചു ഓടി പോലും. ഈ സിനിമ എന്ന് പറയുന്നതേ ഒരു അത്ഭുതം തന്നെ ജാനറ്റേ. അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. എന്തോരോ എനിക്ക് നിമ്മതി വരണില്ല. ഇത് ശരിക്കും പഠിക്കാതെ മറ്റും പഠിച്ചോണ്ടിരിക്കുന്നതല്ലേ ഞാന്. യൂറോപ്പിലും അമേരിക്കയിലും സിനിമ പിടിക്കാൻ തുടങ്ങിയിട്ട് 10-30 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. 15 കൊല്ലത്തിന് മുമ്പ് ബാംബെയിൽ ദുണ്ടിരാജ ഗോവിന്ദ ഫാൽക്കെ ഉണ്ടാക്കിയ സിനിമ. മദിരാശിയിൽ നടരാജ മുതലായാലും മറ്റും തമിഴിൽ പടം എടുക്കുന്നു. എന്നിട്ടും ഇവിടെ തിരുവിതാംകൂറിലും കൊച്ചിയിലും മാത്രം ആർക്കും പറ്റിയില്ല ഇന്തക്കാലം വരെ. അതാണ് ഈ ജേസി ഡാനിയൽ ഉണ്ടാക്കാൻ പോണത്. നീ നോക്കിക്കോ, മലയാളക്കരയിലെ ആദ്യത്തെ സിനിമാ പിടുത്തക്കാരനാവും നിന്റെ ഡാനിയൽ. കർത്താവ് സഹായിക്കട്ടെ. എന്നാലും ഇതിനൊക്കെ തോനെ കാശ് ചെലവാവൂലേ? അത് വരും. ക്യാമറയും മറ്റ് ഐറ്റങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ? സ്റ്റുഡിയോ ഉണ്ടാക്കണം, ക്യാമറാമാനും നടികരും ഒക്കെ വേണം. എല്ലാം കൂടെ ലക്ഷമൊക്കെ ആവും. അപ്പൊ പിന്നെ മാനത്ത് നോക്കി കിനാവും കണ്ടുകൊണ്ട് മലന്ന് കിടന്നോണ്ടാ മതി. മാലാകന്മാര് കാശുമഴ പെയ്തു തരും. നെയ്യാറ്റിൻകരയിലെ അഗസ്തീശ്വരത്തെയും തെങ്ങുംപൊരാടം ഇല്ലേ, ഞാനതങ്ങ് വിൽക്കാൻ പോണം. തടിക്കച്ചവടൊന്ന് ചെല്ലി കൊറേ വിറ്റില്ലേ അതിന്ന്. ഇനി അമ്മ സമ്മതിക്കൂല. പപ്പേരെ ഓഹരിയെ കിട്ടിയതാണ് അതപ്പടിയും. ഡാനിയലിന്റെ ബ്രദേഴ്സും സമ്മതിക്കൂല. ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞ്. നീ സമ്മതിക്കൂലേ? ഇപ്പൊ ഇതെന്റെ വലിയൊരു സ്വപ്നമാണ്. ഒരുപാട് സ്വപ്നങ്ങൾ കാണുമ്പോഴാണ് ഒരു സ്വപ്നം ഫലിക്കുന്നത്. ഇപ്പോൾ തന്നെ നിന്നെ അനുഗമിക്കാൻ എനിക്ക് കഴിയാത്ത എന്തുകൊണ്ട്? അങ്ങേക്ക് വേണ്ടി ഞാൻ എന്റെ ജീവൻ ത്യജിക്കും പ്രഭോ. ഇല്ല പത്രോസേ, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നിന്റെ കൂട്ടാളികളോടും പറയുന്നു, ഈ രാത്രി കോഴി കൂവുന്നതിന് മുൻപ് 3 വട്ടം നീ എന്നെ തള്ളിപ്പറയും. ഇല്ല പ്രഭോ, ഒരിക്കലും ഇല്ല. അങ്ങയോടുകൂടി മരിക്കേണ്ടി വന്നാൽ പോലും അങ്ങയെ ഞാൻ തള്ളി പറയില്ല പ്രഭോ. നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ്. പള്ളി പെരുന്നാളിനുള്ള കളിയാണ്, മിശിഹാചരിത്രം. ദാനിയലിനെ കണ്ടിട്ട് തോന നാളായില്ലേ? കുറച്ചുകാലം സർക്കിട്ടിലായിരുന്നു. ഇത് സുന്ദരരാജൻ, എന്റെ സ്വന്തക്കാരനാ. മത്യാസ് ഡോക്ടറിന്റെ അക്കന്റെ മോൻ. ചാലയിൽ 3-4 കടകളൊക്കെ ഉണ്ട്. ഓ, ഞാൻ ജാൻസായി. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാ? നല്ല മുഖപരിചയം. കഴിഞ്ഞ മേടത്തിൽ ചാലയിൽ നിങ്ങളുടെ നാടൻ കളി ഉണ്ടായിരുന്നില്ലേ? എന്റെ കടയിലല്ലേ അന്ന് നിങ്ങളെ സാധനങ്ങളെ കൊണ്ടുവച്ചത്. സ്നാപയോനായിട്ട് നിങ്ങൾ കസറിന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആ, അതാ ഇപ്പൊ പിടികിട്ടി. എന്നിട്ട് എന്തൊരു ദാനിയിലെ വിശേഷങ്ങള്? വെക്ക റിഹേഴ്സൽ കഴിഞ്ഞിട്ട് വാ. ജാൻസനെ കൊണ്ട് എനിക്കൊരു കാര്യം. नमस्ते माताजी। नमस्ते। मैंने बोला था ना, मलबारी फिल्म वाला। अंदर आइए। लाना बेटी इधर आओ। आई माँ। ये है मेरी बेटी लाना। हेलो। हाँ। ये आदमी ट्राउनकूवर का एक फिल्म प्रोड्यूसर है। इनके देश में अपना पहला फिल्म बनाने के लिए एक अभिनेत्री को ढूंढ रहे थे। आप ही से एक्टिंग करवाना चाहते हैं। What is my role? Role Sarojini. That's the name of the character. Is she a princess or a goddess? Princess? No. She's a Malayali Nair lady. What? Nair lady? Yes, an ordinary Nair lady. Ordinary lady? I will act as a princess or a goddess. This is not a mythological story like Ramayanam or Mahabharatam. This is a social drama. Kya? Social drama? I'm sorry. I'm not interested. Nathuram ji. मैं समझा था। माता जी आप अंदर आइए। आइए। देखिए माँ जी, इतने दूर से आए ये लोग, और देखिए ये फिल्म भी अच्छी है। बात कर लेते हैं। नहीं आप मान तो जाइए। हाँ ठीक है, लेकिन एक दिन के 100 रुपए ഡിമാൻഡ് ആക്കുന്നതാ. തള്ള കാശിന്റെ ആളാ. നല്ല ചക്രം കൊടുത്താ വരും. भी कम नहीं होगा। उन्होंने कबूल किया है, लेकिन एक दिन के 100 ब्रिटिश रुपए देने पड़ेंगे। 100? हाँ। ദിവസം 100 ബ്രിട്ടീഷ് രൂപയാ? അയ്യോ, അത് വളരെ കൂടുതലാ.
I really can't afford it. नहीं तो वो नहीं आएंगे. ഇതിപ്പോ എന്തരിയും ഇത്രയും കാശ് പറ്റൂല. ഇവിടെ വേറെ വല്ല നടിയും കിട്ടുമോ? വലിയ പാടാ സാറേ. ഇതുപോലത്തെ 3-4 ബോംബെയിലുള്ളൂ. പക്ഷേ അതൊക്കെ ഇതിനേക്കാളും മുന്തിയതാ. ഒരു 50 ഉറപ്പിക്കാൻ പറ്റുമോ നോക്ക്. 10 ദിവസത്തേക്ക് 500 രൂപ ഒരുമിച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞു നോക്കാം. नादुराम जी 1 मिनट, आप भी जरा आइए. सो तो बहुत ज्यादा है, आप 50 में हाँ कर लो ना. हाँ वो सब ठीक है, लेकिन फर्स्ट क्लास का टिकट चाहिए. ഓ मैं बोलूँगा. 500 അവർ സമ്മതിച്ചു. പക്ഷേ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്കും തിരിച്ചിങ്ങോട്ടും 4-8 ദിവസം എടുക്കില്ലേ? അതിനുള്ള കാശ് വേറെ കൊടുക്കണമെന്ന്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും 3 ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റും. ഫസ്റ്റ് ക്ലാസ്സോ? ജീസസ്, അത് വലിയ തുകയാവൂലേ? 3rd ക്ലാസ്സിന് വരണമെന്ന് പറഞ്ഞു നോക്ക്. फर्स्ट क्लास के लिए बहुत पैसा खर्चा होंगे, इनसे वो नहीं जमेगा. तो हम नहीं आएंगे. वो पहली बार पिक्चर बना रहे हैं. तो हम क्या करें? हम नहीं आएंगे. അവരെ അടുക്കുന്നില്ലല്ലോ സാറേ. റോയൽ ഫാമിലി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരുമൊക്കെയാണ് ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യണത്. ഗാന്ധിജി വരെ 3rd ക്ലാസ്സിലാണ് പോണത്. क्या बोला? गांधी जी भी 3rd क्लास में यात्रा करते हैं. So what? वो एक्टर नहीं है, मेरी बेटी अभिनेत्री है, समझा? I will give you 2nd class tickets. No, if you want me to act in your film, you must get us first class tickets. ഞാൻ ടെലഗ്രാം അയച്ചത് കിട്ടിക്കാണോന്ന് സംശയിച്ചു. മെഞ്ഞാന്ന് കിട്ടി. ഓ, കം ഗെറ്റ് ഇൻ. ഹിന്ദിക്കാർ തന്നെ അതോ ഇംഗ്ലീഷ്? രണ്ടും പറയും. മാം പ്ലീസ്. Sorry, I'm an actress. I cannot travel by a horse car. What do you mean? In Bombay, usually we travel in a motor car. You know? Motor car? Huh? Motor car? But Miss Lana, I don't have a motor car. Then you arrange one. Jesus Christ, motor cars are very rare in Travancore. Then I'm sorry. We are leaving. Are you joking? I'm not joking, Mr. Daniel. If you don't arrange for a motor car, we will go back in the next train. നീ കേട്ടല്ലോ? ഓ കേട്ട്. അടുത്ത തീവണ്ടി ഇനി തിങ്കളാഴ്ച കാണു ബോംബെക്ക്. അതുവരെ തീവണ്ടി ഓഫീസിൽ കിടക്കണം. അഹങ്കാരത്തിന്റെ അങ്ങേ അറ്റമാണ്. ഒടുക്കത്തെ കാശ് കൊടുത്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പോരാത്തിന് 3 എണ്ണത്തിന് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ്, ഇപ്പം മോട്ടോർ കാർ. എവിടെ നിന്ന് കിട്ടാൻ മോട്ടർ? കൊട്ടാരത്തിലും ദീവാം പേഷ്കാരനെ എവിടെയും കണ്ടിട്ടുണ്ട്. ആകെ മൊത്തം 3 ആളെണ്ണം കാണും ഈ തിരുവനന്തപുരത്ത്. You see, it's very difficult to get a motor car here. You please try to understand. Sorry, Mr. Daniel. Now you're insulting me. ഇതാണ് നിന്റെ സിനിമ പിടുത്തമെങ്കിൽ നീ കുറെ വെള്ളം കുടിച്ചു തന്നെ. എന്തൊരു ചെയ്യാൻ? ഇതുപോലെ വേറെ ഒന്നിനെ കിട്ടണ്ടേ? നിന്റെ മാമ മത്യാസ ഡാക്ടറെ ഒരു കാറില്ലേ? ഉണ്ട്, പക്ഷെ അതിൽ മാമനാര് മാത്രമേ കയറാറുള്ളൂ. ഈ തങ്ങളെ കയറ്റാ താമസിക്കുമെന്ന് അറിഞ്ഞൂടാ. വാ. വാ, സിനിമയിൽ തീണ്ടലും തൊട്ടുകൂടായ്മയൊന്നും ഇല്ല. Mr. Daniel, the film is loaded. We're ready. All right, Mr. Lala. This is our actress, റോസമ്മ. ഇതാണ് ക്യാമറാമാൻ. ഇത് ക്യാമറ. ഇതുകൊണ്ടാണ് പടം പിടിക്കുന്നത്. മനസ്സിലായ? റോസമ്മയ്ക്ക് ഒരു എത്തും പിടിയും കിട്ടിയില്ലല്ലേ? റോസമ്മയെ പോലെ തന്നെ ഇവിടെ എല്ലാരും ഇല്ലേ പിള്ളേ? How is she? A black girl? Will she be suitable for your character? Does she look like an upper caste girl? Well, at least in cinema we should not be thinking of caste and color, Mr. Lala. I'll join you shortly. വാ. റോസമ്മ ഇരിക്കണം. പേടിക്കണ്ട, അങ്ങോട്ടിരിക്കണം. എന്റെ ഭാര്യയാണ് ജാനറ്റ്. ഇരിക്ക്. ഇരിക്ക് റോസമ്മ. കാക്കറച്ചി നാടകത്തിൽ പാർവതിയായിട്ടല്ലേ റോസമ്മ നടിച്ചത്. നാടകം പോലെ സിനിമയില് കഥ തുടങ്ങി അവസാനം വരെ ഒരുമിച്ചല്ല നടിക്കുന്നത്. അപ്പോഴപ്പോഴും കുറേശ്ശെ ചില ഭാഗങ്ങൾ എടുക്കും. അപ്പോഴും ഞാൻ പറയുന്നതനുസരിച്ച് നടിക്കണം. തന്നെ ഇതാണ് ദാനിയലെ നിങ്ങൾ എത്ര പറഞ്ഞിട്ട് എന്റെ തലയിൽ കയറാത്തത്. ഇങ്ങനെ ആദ്യാവസാനമില്ലാതെ നിർത്തി നടിച്ചാ മുഖത്ത് ഭാവങ്ങൾ എങ്ങനെ വരും? പിള്ളയ്ക്ക് മനസ്സിലാവണില്ലെങ്കിലും റോസമ്മയ്ക്ക് മനസ്സിലായി ഇല്ല റോസമ്മ? ഓരോ ദിവസവും 1-2 ഭാഗങ്ങൾ, അങ്ങനെ 10-12 ദിവസങ്ങൾ കൊണ്ടാണ് റോസമ്മയുടെ ഭാഗങ്ങൾ എടുക്കുന്നത്. ദിവസം 5 രൂപ കൂലി. നന്നായി നടിച്ച് ദാനിയൽ ഇഷ്ടമായ അപ്പം അതിനനുസരിച്ച് കൂലി കൂട്ടിത്തരാം. റോസമ്മ ഈ കഥയില് ഒരു നായര് പെണ്ണാണ്, സരോജിനി.
സരോജിനിക്കൊരു സഹോദരനുണ്ട്. കഥ തുടങ്ങുമ്പോ ഇവര് കൊച്ചുങ്ങളാണ്. കൊളംബില് തോട്ടത്തിൽ കങ്കാണിപ്പണി ചെയ്യണ ഭൂതനാഥൻ എന്നൊരാള് എതിർഷ്യ നാട്ടിൽ വെച്ച് മുറ്റത്ത് കളിച്ചോണ്ട് നിൽക്കണ ഈ സഹോദരനെ കാണുന്നു. അപ്പോഴാ കൊച്ചിന് കഷ്ടി 5 വയസ്സ് കാണും. ദുഷ്ടനായ ഭൂതനാഥൻ ഈ കൊച്ചനെയും തട്ടിക്കൊണ്ട് കൊളംബിലോട്ട് കൊണ്ടുപോകുന്നു. നമ്മുടെ ജാൻസനാണ് ഭൂതനാഥൻ. കൊളംബിൽ കൊണ്ടുവന്ന് ഭൂതനാഥൻ കൊച്ചിനെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നു. തോട്ടത്തിൽ ജോലികൾ ചെയ്യിക്കുന്നു. അങ്ങനെ കൊല്ലങ്ങൾ കുറെ കഴിയും. ഇപ്പൊ നമ്മുടെ സഹോദരി സരോജിനി ഒരു യുവതിയാണ്. അവിടുന്നാണ് റോസമ്മ നടിക്കുന്ന ഭാഗങ്ങൾ തുടങ്ങണത്. നാട്ടിലുള്ളൊരു യുവാവ് സരോജിനിയെ സംബന്ധം ചെയ്യാൻ പിറകെ നടക്കണുണ്ട്. അത് ഈ പിള്ളയാണ്. അപ്പോഴാണ് അയൽവക്കത്ത് ജയചന്ദ്രൻ എന്നൊരാള് വന്ന് തങ്ങണത്. ജയചന്ദ്രനും സരോജിനിയും അടിക്കടി തമ്മിൽ കാണുന്നു. അങ്ങനെ യവരനുരാഗത്തിലാകുന്നു. ജയചന്ദ്രനായിട്ട് നടിക്കുന്നത് ദാനിയല് തന്നെ. തന്നെ. അപ്പോഴാണ് ജോലി സംബന്ധമായി ജയചന്ദ്രൻ ഇംഗ്ലണ്ടിലോട്ട് പോകാൻ തീരുമാനിക്കണത്. കൊളംബ് വഴി വേണോ ഇംഗ്ലണ്ടിൽ പോകാൻ. അവിടെ വെച്ച് ഭൂതനാഥനും കൂട്ടാളികളും ജയചന്ദ്രനെ കൊള്ളയടിക്കുന്നു. യാത്ര മുടങ്ങി കൊളംബിൽ തങ്ങിയ ജയചന്ദ്രൻ ജോലി തേടി നടക്കുമ്പോ നമ്മുടെ കൊച്ചു ചന്ദ്രകുമാറിനെ പരിചയപ്പെടുന്നു. അപ്പൊ ചന്ദ്രകുമാർ യുവാവാണ്. ഒരു ദിവസം ഭൂതനാഥന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ചന്ദ്രകുമാറും ജയചന്ദ്രനും നാട്ടിലേക്ക് മടങ്ങുന്നു. അവരെ തേടി ഭൂതനാഥൻ എത്തുന്നു. വഴി വെച്ച് ഇവര് തമ്മിൽ സംഘടനം നടക്കുന്നു. ചന്ദ്രകുമാറിനെയും കൊണ്ട് ജയചന്ദ്രൻ സരോജിനിയുടെ അയൽവക്കത്തെത്തുന്നു. സരോജിനി ചന്ദ്രകുമാറിനെ കാണുന്നു. ചന്ദ്രകുമാറിന്റെ മുതുകിലെ ഒരു കറുത്ത മറുക് എതിർഷ്യ കാണുന്ന സരോജിനി ചന്ദ്രകുമാർ തന്റെ കളഞ്ഞുപോയ സഹോദരനാണെന്ന് തിരിച്ചറിയുന്നു. ജയചന്ദ്രൻ സരോജിനിയെ വിവാഹം ചെയ്യുന്നു. എല്ലാവരും സന്തോഷമായിട്ട് കഴിയുന്നു. റോസമ്മയ്ക്ക് കഥ ഇഷ്ടമായ? നമ്മൾ ഇന്ന് തന്നെ റോസമ്മേരെ ഭാഗങ്ങൾ എടുത്തു തുടങ്ങും. ആദ്യം റോസമ്മേരെ ഈ വേഷങ്ങളൊക്കെ ഒന്ന് മാറ്റണം. റോസമ്മ ഉടുത്തിരിക്കുന്ന മുണ്ടും റൗക്കയൊന്നും സരോജിനിക്ക് പറ്റൂല. വേഷം ഞാൻ തരാം. ദാ മുണ്ടും ചമ്പറും. അളവ് ശരിയാണോ എന്തോ. ഈ തയ്യക്കാരൻ പാച്ചുവണ്ണൻ ഒരു ഊഹം വെച്ച് തച്ചതാണ്. ഇത് ഉടുക്കാൻ അറിയാമോ റോസമ്മയ്ക്ക്? തമ്പ്രാട്ടിമാർ ഉടുക്കണ പോലല്ലേ, ഞാൻ കണ്ടിട്ടുണ്ട്. ദാ കഴുത്തിലും കാതിലും ഇതിട്ടോ. എന്റെ ഉരുപ്പടികളാണ്. അയ്യോ വേണ്ട, ഞാൻ ഇട്ടാ പിന്നെ തമ്പ്രാട്ടി ഇടണേ എങ്ങനെ? ഞങ്ങള് കീചാത്തിയല്ലേ. അതൊന്നും സാരമില്ല. ഇതിപ്പോ റോസമ്മയല്ലല്ലോ ഇടുന്നത്, സരോയിനിയല്ലേ. സരോയിനി കാശുള്ള വീട്ടിലെ നായർ പെണ്ണാണ്. ശരി. ഇനി മുടിയൊന്ന് മാറ്റിക്കെട്ടി മുഖത്ത് എത്തിപ്പോരും കളറും ഇട്ട സരോജിനി തന്നെ. എന്തൊരു ഭാസ്കരണ്ണ. പിന്നെ അല്ലാതെ കേക്കണോ? എന്നാ വെക്കമാവട്ടെ. ഇങ്ങോട്ട് ഇരികൊച്ചേ. ഇരിക്ക റോസമ്മ. അയ്യോ, ഞാൻ ഇവിടെ നിന്നോളാം. ഇങ്ങോട്ട് ഇരികൊച്ചേ. ഇപ്പൊ റോസമ്മ സരോജിനി ആയി. അപ്പൊ നമ്മൾ തുടങ്ങല്ലേ. ഇതാണ് സരോജിനിയുടെ വീട്. കണ്ട മുൻവശം. റോസമ്മ ഇപ്പൊ കത്തിച്ച വിളക്കുമായിട്ട് അകത്തുനിന്ന് വരണം. എന്നിട്ട് ആ വിളക്ക് ഇവിടെ ഇറയത്ത് വെക്കണം. അപ്പം ജയചന്ദ്രൻ അങ്ങോട്ട് വരും, അതായത് ഞാൻ. അത് കണ്ട് റോസമ്മ എന്നെ നോക്കണം, ആര് എന്ന മട്ടില്. റോസമ്മയ്ക്ക് മനസ്സിലായ? ഒരു സംശയം, സന്ധിക്കല്ലേ വിളക്ക് വെക്കുന്നത്? ഇതിപ്പോ നട്ടുച്ചയില്ലേ? സിനിമയെ കാണുമ്പോ രാത്രിയും പകലെ കൊരേമാര് തന്നെ പിള്ളേ. സൂര്യപ്രകാശത്തിലെ സിനിമ പിടിക്കാൻ പറ്റൂ. തന്നെ. So shall we start, Mr. Lala? Yes, please. റോസമ്മ വാ. Reflector. നമ്മൾ തുടങ്ങാൻ പോവാണ്. ആ കഥകിനടുത്ത് നില്ല്. അവിടുന്നാണ് വരേണ്ടത്. സെൽവരാജ, ആ വിളക്ക് റോസമ്മേരെ കൈ കൊടു. ചെല്ലേ. കാക്കാരശ്ശിക്ക് തട്ടിക്കേറുമ്പോ ഞാൻ പറയും ഭഗവാനെ പ്രാർത്ഥിക്കാൻ.
ഞാനാണെങ്കിൽ എപ്പോഴും അറിയാതെ കർത്താവിന് കുരിശ് വരയ്ക്കും. ഇതിപ്പോ സിനിമാ പടയല്ലേ, സിനിമ ആദ്യം ഉണ്ടാക്കിയിരിക്കുന്നത് ക്രിസ്ത്യാനികളല്ലേ, അപ്പൊ കുരിശ് വരച്ചാ പോരെ? റോസമ്മയ്ക്ക് എന്തിരുന്ന് വെച്ചാ അതുപോലെ പ്രാർത്ഥിച്ചോ. എന്തിനാണ് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചതാണ്. റോസമ്മ, അപ്പൊ തുടങ്ങാമല്ലേ? ഞാൻ ആക്ഷൻ എന്ന് പറയുമ്പോ അവിടുന്ന് വരണം. എന്തിനു പറയുമ്പോ ആക്ഷൻ, മനസ്സിലായ? എങ്കിൽ ചെല്ല്. പ്രാർത്ഥിച്ചു കഴിഞ്ഞ എങ്കി ആ വിളക്കെടുത്ത് കഥകിനടുത്തോട്ട് നില്ല്. You two come here. Take it forward. അയ്യോ, ഇംഗ്ലീഷ്. ചെല്ല്. റെഡി? Yes. ക്ലാപ്പ്. ഇതിപ്പോ എന്തിനാണ് സാധനം? ബാക്കി എല്ലാം പിള്ളേക്ക് മനസ്സിലായല്ലേ. സിനിമയിൽ അങ്ങനെ അറിഞ്ഞൂടാത്ത തോന കാര്യങ്ങളുണ്ട്. സ്റ്റാർട്ട്. Speed. ആക്ഷൻ. വാ, ആക്ഷൻ. Cut. How was it, Mr. Lala? Fine. റോസമ്മ നന്നായി നടിച്ചു.